ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 5ന്റെ പാർട്ട് 4 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 230 വോൾട്ട് ഈസ് അപ്ലൈഡ് അക്രോസ് എ സർക്യൂട്ട് ഫോർ 5 മിനിറ്റ്സ്. ഒരു സർക്യൂട്ടിൽ 5 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഒരു 230 വോൾട്ട് കൊടുക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഒന്ന്, ആ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് 115 ഓം ആവുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ടും ഹീറ്റ് എനർജിയും കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ആ ഒരു സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് 230 ഓം ആവുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ടും ഹീറ്റ് എനർജിയും കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങളൂടെ കണ്ടുപിടിക്കണം, കറണ്ടും ഹീറ്റും കണ്ടുപിടിക്കണം. ഓരോ സമയത്ത് എയിൽ പറയുന്നത് ആ ഒരു സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് 115 ഓം ആവുക, രണ്ടാമത്തേൽ പറയുന്നത് 230 ഓം ആവുക. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എയിൽ നമ്മൾ വോൾട്ടേജ് 230 വോൾട്ട്, ബിയിലും 230 വോൾട്ട് തന്നെയാണ്. റെസിസ്റ്റൻസ് ആദ്യത്തിൽ 115 ഓം, ഇവിടെ റെസിസ്റ്റൻസ് വീണ്ടും മാറി 230 ഓം ആക്കി. ടൈം ഇതേപോലെ തന്നെ എടുത്തു. രണ്ടിലും നമ്മളോട് ഐയും എച്ചും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഐ എന്ന് പറയുമ്പോൾ ഓംസ് ലോ അനുസരിച്ചിട്ട് I = V/R എന്ന് പറഞ്ഞ ആ ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ആംപിയർ എന്നും ഇവിടെ 1 ആംപിയർ എന്നും കിട്ടും. ഇനി ജൂൾസ് ലോയിൽ H = I²RT, ഹീറ്റ് എനർജിന് പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈം 5 മിനിറ്റ്സിൽ തന്നതുകൊണ്ട് അത് സെക്കൻഡ്സിലോട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. സോ 5 × 60. അപ്പോൾ ആദ്യത്തെ കേസിൽ 1,38,000 ജൂൾ എന്നും രണ്ടാമത്തെ കേസിൽ 69,000 ജൂൾ എന്നും ആൻസർ കിട്ടും. അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓംസ് ലോ വെച്ചിട്ടാണ്, രണ്ടാമത് കണ്ടുപിടിക്കുന്നത് ജൂൾസ് ലോ വെച്ചിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഒബ്സർവ് ദ സർക്യൂട്ട് ഗിവൺ ബിലോ. ഇവിടെ 3 സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. 5 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ഹീറ്റ് എനർജി എങ്ങനെ കണ്ടുപിടിക്കും? H = I²RT എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചിട്ട്, അതായത് ജൂൾസ് ലോ എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഫസ്റ്റത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ I² എന്ന് പറഞ്ഞത് 0.25 ആംപിയർ ആണ്. ഇവിടെ ആംപിയർ യൂണിറ്റ് വന്നതുകൊണ്ട് I അതാണ്, അതായത് കറണ്ട് അതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഈ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് ആണ് 48 ഓം ഇൻറ്റു T എന്ന് പറഞ്ഞത് കണ്ട 5 മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ അത് സെക്കൻഡ്സിലോട്ട് മാറ്റി 5 × 60 300 എന്ന് കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 900 ജൂൾ എന്ന് ആൻസർ കിട്ടും. ഇതേപോലെ ഈ രണ്ട് സർക്യൂട്ടും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ കണ്ടുപിടിച്ചു ഇവിടുത്തെ 0.5 ആണ് ഇവിടുത്തെ I എന്ന് പറയുന്നത്. സോ 0.5² അഥവാ 0.5 × 5 നമുക്ക് എഴുതാം. ഇൻറ്റു റെസിസ്റ്റൻസ് 24, 300 എന്ന് പറഞ്ഞത് സെക്കൻഡ്സ് ആയിട്ട്, അതായത് 5 മിനിറ്റ്സ് ആകുമ്പോൾ അതിനെ സെക്കൻഡ്സ് ആക്കി മാറ്റാൻ 5 × 60 ചെയ്തു, 1800 ജൂൾ എന്ന് കിട്ടി. ഇനി ഈ ഒരു സർക്യൂട്ടിലും അതേപോലെ ഇവിടുത്തെ കറണ്ട് 1 ആണ്, റെസിസ്റ്റൻസ് 12 ആണ്, അതുപോലെ തന്നെ ടൈമും 5 × 60 300 വെച്ച് ചെയ്തു. അപ്പോൾ 3 എണ്ണത്തിലും നമുക്ക് ഹീറ്റ് എനർജി കിട്ടി. ഒന്നിൽ 900 ജൂൾ ആണ്, രണ്ടാമത്തെ സർക്യൂട്ടിൽ, അതായത് ഈ സർക്യൂട്ടിൽ 1800 ജൂൾ ആണ്, ഈ ഒരു സർക്യൂട്ടിൽ 3600 ജൂൾ ആണ് ആൻസർ കിട്ടുന്നത്. ഈ ഒരു 3 സർക്യൂട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ 5.6A ആൻഡ് 5.6B? അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ 1800 ജൂളാണ് ഇവിടുത്തെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ ഇവിടെ ആണെങ്കിൽ 3600 ജൂളാണ് ഇവിടെ ഉണ്ടായ ഹീറ്റ് എനർജി. അപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, ഈ ഒരു രണ്ട് സർക്യൂട്ടിലുമുള്ള ആ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിൻ്റെ ഡിഫറൻസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1800നെ 9 ജൂൾ കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ എത്ര കിട്ടും? 900 ജൂൾ എന്ന് ആൻസർ കിട്ടും. ഈ രണ്ടെണ്ണത്തിന് മൈനസ് ചെയ്താൽ മതി. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് 900 ജൂളാണ്. ഇനി വൈ ഈസ് ദർ എ ഡിഫറൻസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സർക്യൂട്ട്? ഈ ഒരു 3 സർക്യൂട്ടിലും ഹീറ്റ് എനർജിയുടെ പ്രൊഡക്ഷനിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഈ ഹീറ്റ് എനർജിയുടെ ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് കറണ്ടിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. കറണ്ട് കൂടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയും കൂടും. ഈ ഒരു സർക്യൂട്ട് കാണുമ്പോൾ തന്നെ അറിയാം, ഈ 3 സർക്യൂട്ടിലും ഏറ്റവും കൂടുതൽ കറണ്ട് 1 ആംപിയർ ആണ് അല്ലേ. 0.25 ആണ് ആദ്യത്തേൽ, അതിനേക്കാളും കൂടുതലാണ് 0.5, അതിനേക്കാളും കൂടുതലാണ് 1. അപ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ട് ഒഴുകുന്നത് മൂന്നാമത്തെ സർക്യൂട്ടിലായതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയും കൂടിയിരിക്കും. ഇനി വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഇൻ ഫിഗർ 5.6C? 5.6Cയിലുള്ള സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ഏതാണ്? ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാം 12 ഓം ആണ് ഇവിടുത്തെ ഈ ഒരു സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
വാട്ട് ഈസ് ദ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട് 5.6C? 5.6Cയിലുള്ള ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡക്ഷൻ എത്രയാണ്? 3600 ജൂൾ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലെസ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റെസിസ്റ്റർ ഓഫ് ഹയർ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് 5.6A. 5.6Aയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലെസ് ഹീറ്റ് എനർജിയാണ് അവിടെ ഉണ്ടാവുന്നത്. അതെന്തുകൊണ്ടാണ്? കണ്ട, ഈ ഒരു സർക്യൂട്ടിൽ വളരെ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററാണ്, ഈ മല പോലെ ഇരിക്കുന്ന സംഭവമാണ് റെസിസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 ഫിഗറിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഈ ഒരു സർക്യൂട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് ഒഴുകുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ 3 ഫിഗറിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആണ്. ഏത് സർക്യൂട്ടിലാണോ നമ്മൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് അവിടെ കറണ്ട് കുറയും. കറണ്ട് കുറയുമ്പോൾ അവിടുത്തെ ഹീറ്റ് പ്രൊഡക്ഷനും കുറയും. ഇനി ഹീറ്റ് പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൂടിയിരിക്കണം. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് കുറവായിരിക്കണം. റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അവിടെ കറണ്ട് കുറയും. കറണ്ട് കൂടുകയാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് കുറയും. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയാണ് ചെയ്യുക. എമംഗ് ദീസ് സർക്യൂട്ട് വിച്ച് റെസിസ്റ്റർ ഈസ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്? ഏത് റെസിസ്റ്ററിലാണ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏതിലായിരിക്കും? ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററിൽ. ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് വന്നാലേ അവിടെ കറണ്ട് കൂടുള്ളൂ. മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ കറണ്ടിൻ്റെ ഫ്ലോ വളരെ കൂടുതലായിരിക്കണം. കറണ്ടിൻ്റെ ഫ്ലോ വളരെ കൂടുതലാവണമെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ 3 ഫിഗറിൽ ഏത് റെസിസ്റ്റർ ആയിരിക്കും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക? ഏതായിരിക്കും? 12 ഓമിൻ്റെ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റർ ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഈ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കുറയുമ്പോൾ, റെസിസ്റ്റൻസ് കുറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആലോചിക്കുക അവിടുത്തെ കറണ്ട് കൂടി. റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ കറണ്ട് കൂടി. കറണ്ട് കൂടുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയും കൂടും. ഈ റെസിസ്റ്റൻസും കറണ്ടും എന്ന് പറഞ്ഞത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേത് കുറയും. എന്നാൽ കറണ്ടും ഹീറ്റ് എനർജിയും എന്ന് പറഞ്ഞത് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഒന്ന് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേതും കൂടും. പറഞ്ഞത് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹീറ്റ് എനർജിയും കുറയും. റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിലോ കറണ്ട് കൂടും. കറണ്ട് കൂടുമ്പോൾ അവിടുത്തെ ഹീറ്റ് പ്രൊഡക്ഷനും കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ ഒരു പാരഗ്രാഫിലും കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇഫ് 2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എൻ ഇലക്ട്രിക് ഹീറ്റർ. ഒരു ഇലക്ട്രിക് ഹീറ്ററിൽ കൂടെ 2 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഹീറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് 230 വോൾട്ടേജിലാണ് ഫോർ 15 മിനിറ്റ്സ്. ടൈം നമുക്ക് തന്നിട്ടുണ്ട്, 15 മിനിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് തന്നേക്കണേന്ന് എടുത്തെഴുതണം. നമുക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് ചെയ്യാം. ഇവിടെ നമ്മളോട് റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓംസ് ലോ അനുസരിച്ചിട്ട് I=V/R. ഇവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് തന്നെ റെസിസ്റ്റൻസിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു, ഐനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ഈ വോൾട്ടേജും കറണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് R എന്ന് പറഞ്ഞത് 115 ഓം. കണ്ട, റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഓം എന്ന് പറഞ്ഞ യൂണിറ്റ് നമ്മൾ എഴുതണം. ഇനി R കിട്ടിയത് കൊണ്ട് ഇനി കണ്ടുപിടിക്കാൻ പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡക്ഷൻ ആണ്. അല്ലെങ്കിൽ അവിടെ എത്രമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളോട് ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ H=I²RT എന്ന് പറഞ്ഞ ജൂൾസ് ഫോർമുലയിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. T എന്ന് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ഓർക്കാം, 15 മിനിറ്റ്സ് ആയതുകൊണ്ട് അതിനെ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ × 60 ചെയ്യുകയാണെങ്കിൽ അത് സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ആയി. എല്ലാം ചെയ്ത് വരുമ്പോൾ 4,14,000 ജൂൾ എന്ന് ആൻസർ കിട്ടും. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഈ ഒരു ഇലക്ട്രിക് അയൺ ഓപ്പറേറ്റ് ചെയ്യുന്നത് 230 വോൾട്ടിലാണ്. അതിൻ്റെ ഹീറ്റിംഗ് കോയിൽ, ആ ഇലക്ട്രിക് അയണിലുള്ള ഹീറ്റിംഗ് കോയിലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 100 ഓം നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് ദിസ് ഇലക്ട്രിക് അയൺ ഓപ്പറേറ്റ് ഫോർ ഹാഫ് ആൻ അവർ. ഈ ഇലക്ട്രിക് അയൺ എത്ര നേരം വർക്ക് ചെയ്തിട്ടുണ്ട്?
ഹാഫ് ആൻ അവർ, ഒരു മണിക്കൂറിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 30 മിനിറ്റ്സ് ഈ ഇലക്ട്രിക് അയൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹാഫ് ആൻ അവർ എന്ന് പറയുമ്പോൾ 30 മിനിറ്റ്സ് നമ്മൾ അറിയണം. 30 മിനിറ്റ്സിനെ സെക്കൻഡ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഹൗ മച്ച് ഇലക്ട്രിക് എനർജി വിൽ കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി? അവിടെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇലക്ട്രിക് അയോണിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ എമൗണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ജൂൾസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹീറ്റ് എനർജിയും കണ്ടുപിടിക്കാം. ഇവിടെ ഓംസ് ലോ വെച്ചിട്ട് I=V/R എന്ന് പറഞ്ഞ ഫോമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 2.3 ആംപിയർ കറണ്ട് എന്ന് കിട്ടി. ഇനി പറഞ്ഞേക്കുന്നത് ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടുപിടിക്കാനാണ്. ജൂൾസ് ലോ വെച്ചിട്ട് I²RT എന്ന് പറഞ്ഞ ഫോമുലയിൽ 2.3 × 2.3 × 100 × ടൈം എന്ന് പറഞ്ഞത് ഹാഫ് അവർ ആണ്. സോ 30 മിനിറ്റ്സ് ആണ് ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ. ആ മിനിറ്റ്സിനെ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ 30 × 60 നമ്മൾ ചെയ്യണം. അങ്ങനെ ഇത് മൊത്തം ഇൻറ്റു ചെയ്യുമ്പോൾ 9,52,200 ജൂളിന് ആൻസർ കിട്ടും. ഇനി നിങ്ങൾക്ക് വേറൊരു സംശയം കൂടി വരും. ഇവിടെ നമുക്ക് H=VIT എന്ന് പറഞ്ഞൊരു ഫോമുല നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് ഈ ആൻസർ തന്നെയാണ് കിട്ടുക. നോക്കി, ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് 92 ഓം ആണ് അതിൻ്റെ റെസിസ്റ്റൻസ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 230 വോൾട്ടിലാണ്. അങ്ങനെയെങ്കിൽ 14 മിനിറ്റ് അത് വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ഹീറ്റ് പ്രൊഡ്യൂസിങ് അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 3 ഫോർമുല ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് ഒരേ വാല്യൂ തന്നെയാണ് കിട്ടുക. അതായത് ഇവിടെ 4,83,000 ജൂളാണ് ഈ H=I²RT എന്ന് പറഞ്ഞ ഫോമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. H=V²T/R എന്ന് വെച്ച് ചെയ്താലും H=VIT വെച്ച് ചെയ്താലും നമുക്ക് ഇതേ വാല്യൂ തന്നെയാണ് കിട്ടുക. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടു, 40 മിനിറ്റ്സിനെ നമ്മൾ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അടുത്തൊരു പോയിന്റ് നോക്കി, വാട്ട് റെസിസ്റ്റൻസ് ഈസ് നീഡഡ് ടു ഡബിൾ ദ ഹീറ്റ് എനർജി? ഈ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ് എത്രയാണ്? ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഹീറ്റ് എനർജിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 92 ഓം ആണെങ്കിൽ ഈ ഹീറ്റ് എനർജി ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഹീറ്റ് എനർജി ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒഴുകുന്ന കറണ്ട് കൂടി എന്നാണ് അർത്ഥം. കറണ്ട് കൂടാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് 92 ഓമിനേക്കാളും കുറഞ്ഞിരിക്കണം. അറിയാലോ, 92 ഓമിൻ്റെ പകുതി ആയാലാണ് ഇവിടുത്തെ ഈ ഒരു ഹീറ്റ് എനർജി ഡബിൾ ആവുള്ളൂ. ആ ഒരു പോയിന്റാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഹീറ്റ് എനർജി ഡബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കൂടാ അല്ലെങ്കിൽ കറണ്ട് ഡബിൾ ആവാതാണ് അർത്ഥം. കറണ്ട് ഡബിൾ ആവുകയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ഹാഫായിട്ട് മാറും. ഇപ്പം ഇവിടുത്തെ റെസിസ്റ്റൻസ് 92/2 ചെയ്യുമ്പോൾ 46 ഓമിന് ആൻസർ കിട്ടും. ഇപ്പോൾ ചെയ്യാണ്ട് തന്നെ ഇവിടുത്തെ റെസിസ്റ്റൻസ് 46 ഓമാന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ചെയ്തിട്ടും ഇത് കണ്ടുപിടിക്കും. എങ്ങനെയാണത്? H=V²T/R എന്ന് പറഞ്ഞ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ആറിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരിക. ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ആറ് ന്യൂമറേറ്ററിലാവും, V²T/H എന്ന് കിട്ടും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 46 ഓമിന് ആൻസർ കിട്ടും. ഇതൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് വലിയ സംഖ്യയാണ്, ഇതൊന്നും ഇൻറ്റു ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ ഹീറ്റ് എനർജി ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറണ്ട് കൂടി, കറണ്ട് ഡബിൾ ആയി എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പൊ കറണ്ട് ഡബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസ് ഹാഫ് ആവും, കുറയും. കറണ്ട് കൂടാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഹീറ്റ് എനർജി ഡബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറണ്ടിന്റെ ഫ്ലോയും ഡബിളായി. കറണ്ടിന്റെ ഫ്ലോ ഡബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് കുറയും. എത്ര കുറയും? ഹാഫ് കുറയും. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് 92 ഓം ആണെങ്കിൽ അതിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹീറ്റ് എനർജി ഡബിൾ ചെയ്ത് കൊടുത്ത് ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് അവിടെ 46 ഓം എന്ന് നമ്മൾ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് തന്നെ പറഞ്ഞത്. നോക്ക്, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ 750W എന്ന് പറഞ്ഞത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നത്. 750W ഫുൾ ഫോം ആണ് വാട്ട്. അപ്പൊ നമുക്കറിയാം പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറഞ്ഞത്. ഇനി പവർ എന്ന് പറഞ്ഞത് ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം വർക്കാണ് ഈ ഒരു അപ്ലയൻസ് ചെയ്തത്. അതാണ് ഇവിടെ പറയുന്നത് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഈസ് പവർ. അപ്പൊ എത്രമാത്രം വർക്ക് അവിടെ ഉണ്ടായി എന്ന് കാണിക്കുന്ന ഒരു മാർക്കിംഗ് ആണ് 750 വാട്ട്. അതായത് പവറിനെ കാണിക്കുന്നതാണ് ഈ 750 വാട്ട് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഇലക്ട്രിക് പവർ എന്താണെന്ന് പഠിക്കാം. പവർ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ എൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ചെയ്യുന്ന വർക്കിന്റെ ക്വാണ്ടിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ. അപ്പൊ ഇലക്ട്രിക് പവർ ഡിഫൈൻ ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കണം. ഇനി ഈ ഇലക്ട്രിക്കൽ അപ്ലയൻസ് എന്ത് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ഓരോ ഇലക്ട്രിക്കൽ അപ്ലയൻസും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജീനെ പല ഫോം ഓഫ് എനർജി ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യാണ്. ഓരോ ഇലക്ട്രിക്കൽ അപ്ലയൻസും ഇലക്ട്രിക്കൽ എനർജീനെ ചിലപ്പോൾ ലൈറ്റ് എനർജി ആയിട്ട് മാറ്റും, സൗണ്ട് എനർജി, മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, അങ്ങനെ ഡിഫറെന്റ് ഫോം ഓഫ് എനർജിയിലേക്ക് ഈ ഇലക്ട്രിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസിന്റെ കാര്യത്തിലേക്ക് ഇലക്ട്രിക്കൽ എനർജീനെ എന്ത് എനർജി ഫോമിലോട്ടാണ് കൺവേർട്ട് ചെയ്യുക? ഹീറ്റ് എനർജിയിലേക്കാണ് അത് കൺവേർട്ട് ചെയ്യുക. ഇനി എത്രമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് H = I²RT. ജൂൾസ് ലോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ട, ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസിന്റെ കാര്യത്തിലാണ് പറയുന്നത്. വർക്ക് ചെയ്യുമ്പോൾ, ആ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തായാലും ഹീറ്റ് എനർജിയുടെ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വർക്കും എച്ചും ഈക്വൽ എന്ന് പറയും. എത്രമാത്രം വർക്ക് ചെയ്യുന്നു അത്രമാത്രം ഹീറ്റ് എനർജി അവിടെ ഉണ്ടാവും. ആ എച്ച് എന്ന് പറഞ്ഞത് I²RT ആണ്. നമ്മൾ ആ ഒരു ഫോർമുല കണക്ട് ചെയ്തു. വർക്ക് എന്ന് പറഞ്ഞത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനോട് ഈക്വൽ ആണ്. ഹീറ്റ് എന്ന് പറഞ്ഞത് ജൂൾസ് ലോ അനുസരിച്ച് I²RT ആണ്. ഇനി പവർ എന്ന് പറഞ്ഞത് വർക്ക് ബൈ ടൈം. കണ്ട, എത്രമാത്രം വർക്ക് ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്തു എന്ന് കാണിക്കുന്നതാണ് പവർ = വർക്ക് ബൈ ടൈം. അപ്പൊ പവർ എന്ന് പറഞ്ഞത് W/T നമ്മൾ കൊടുത്തു. W എന്ന് പറഞ്ഞത് H ആണ് നമ്മൾ കൊടുത്തു അല്ലെ. വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി വരുന്നതുകൊണ്ട് ഈ ഒരു H/T അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ P എന്ന് പറഞ്ഞത് Hന്റെ സ്ഥാനത്ത് I²RT/T. അപ്പൊ ഈ ടിയും വെട്ടിക്കളയുമ്പോൾ P = I²R എന്ന് പറഞ്ഞ ഫോർമുല കിട്ടും. P = I²R എന്ന് പറഞ്ഞ ഫോർമുല പഠിച്ചിരിക്കാം. അപ്പൊ ഇവിടെ പവറിന്റെ 3 ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. P = I²R നമ്മൾ ആദ്യം തന്നെ പഠിച്ച ഇക്വേഷൻ. ഇനി ഈ ഐയില് നമ്മൾ V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഐയുടെ സ്ഥാനത്ത് V²/R² എന്ന് വരും, ഇൻറ്റു R എന്ന് വരും. ഈ ഒരു ഫോർമുലയിൽ ഐയുടെ സ്ഥാനത്ത് V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാണ്. ഈ ആറും ഈ ഒരു ആറും വെട്ടിപ്പോകുമ്പോൾ P = V²R എന്ന് കിട്ടും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഫോർമുല. ഇനി മൂന്നാമത്തെ ഫോർമുല എന്ന് പറയുമ്പോൾ ഓംസ് ലോ. ഈ ആറിന്റെ സ്ഥാനത്ത് വീണ്ടും V/I കൊടുക്കുക. അതായത് I = V/R എന്നുള്ളത് 6 മറിച്ചിടുമ്പോൾ V/I ആയിട്ട് മാറും. ഇപ്പൊ V²/V/I. ഈ ഐനെ നേരെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ V² ഒരെണ്ണം ഈ ഒരു വിയും വെട്ടുമ്പോൾ P = VI. അപ്പൊ 3 ഇക്വേഷൻ വരുന്നത് P = I²R, P = V²/R, P = VI. ഈ ഡെറിവേഷനും കൂടി നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ നോക്കിയേ, നമുക്ക് എച്ചും പവറും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടണം. നമുക്കറിയാം ജൂൾസ് ലോ എന്ന് പറഞ്ഞത് H = I²RT ആണ്. അപ്പൊ I²R എന്ന് പറയുമ്പോൾ നമുക്ക് പവറിന്റെ ഒരു ഇക്വേഷൻ I²R കിട്ടിയിട്ടുണ്ട്. P = I²R. I²Rന്റെ സ്ഥാനത്ത് P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ H = P × T എന്ന് പറഞ്ഞ ഈ ഒരു ഫോർമുല നമുക്ക് കിട്ടും. ഇനി നോക്കിയേ, അപ്പൊ നമുക്ക് പവറും ഹീറ്റ് എനർജിയും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല കിട്ടി. അപ്പൊ ഒരു അപ്ലയൻസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിന്റെ പവർ നമുക്ക് അറിയാമെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജിയുടെ ക്വാണ്ടിറ്റിയും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒന്നുകൂടി പറയാം, ഒരു അപ്ലയൻസിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിന്റെ പവർ നമുക്ക് അറിയാമെങ്കിൽ അത് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയുടെ ക്വാണ്ടിറ്റിയും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ദ പവർ ഓഫ് ഈച്ച് ഇലക്ട്രിക്കൽ അപ്ലയൻസ്. അപ്പൊ അതിന് നമുക്ക് കാണിക്കുന്ന ഈ ഒരു ഫിഗർ ആണ്. ഒരു ഡിവൈസ് നമുക്ക് തന്നിട്ടുണ്ട്, LED ബൾബ്, പ്രൊജക്ടർ, ഫാൻ, ലാപ്ടോപ്പ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ പവർ അത് എത്രമാത്രം വർക്കാണ് ചെയ്യുന്നത് ഓരോ യൂണിറ്റ് ടൈമിലും ആ സംഭവം ഇവിടെ തന്നിട്ടുണ്ട്. LED ബൾബിന്റെ പവർ എന്ന് പറയുന്നത് 9 ആണ്, പ്രൊജക്ടറിന്റെ 100, ഫാൻ 60, ലാപ്ടോപ്പ് 40. പരീക്ഷയ്ക്ക് ഇങ്ങനെ തരാണ്, ഒരു ഡിവൈസ് തന്നു, അതിന്റെ പവർ തന്നു. അങ്ങനെയാണെങ്കിൽ അത് ഒരു സെക്കൻഡിൽ കൺസ്യൂം ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ P × T എന്ന് പറഞ്ഞ ആ ഒരു ഫോർമുല നമ്മൾ ഉപയോഗിക്കുക. P എന്ന് പറഞ്ഞത് 9 ആണ്, T എന്ന് പറഞ്ഞത് 1 സെക്കൻഡ്. ഇവിടെയും സെക്കൻഡിൽ തന്നെയാണ് ചെയ്യാട്ടോ. അപ്പൊ പ്രൊജക്ടറിലാണെങ്കിലോ 100 ×
1. അപ്പൊ എത്ര വരും? 100 ജൂൾ എന്ന് കിട്ടും. ഇനി ഇതേപോലെ ഫാനിലാണെങ്കിലോ 60 × 1, അതായത് 60 ജൂൾ എന്ന് കിട്ടും. ഇനി ലാപ്ടോപ്പിലാണെങ്കിലോ 40 × 1, 40 ജൂൾ എന്ന് ആൻസർ കിട്ടും. ഇവിടെ നോക്കി, ഇൻ അവർ കൺട്രി ദ പവർ ഒബ്റ്റെയിൻഡ് വൈൽ ഓപ്പറേറ്റിംഗ് 230 വോൾട്ട് ഈസ് ലാബിൾഡ് ഓൺ ദ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ഇന്ത്യയിൽ നമ്മുടെ എല്ലാ വീടുകളിലെയും വീട്ടുപകരണങ്ങൾ, ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വീട്ടുപകരണങ്ങളും 230 വോൾട്ടിലാണ് വർക്ക് ചെയ്യുക. അപ്പൊ അതിൽ വരുന്ന പവർ അത് മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്റ്റിക്കറിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി 230 വോൾട്ടിനേക്കാളും കൂടുതലോ കുറവോ വർക്ക് ചെയ്യുന്ന എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസിലും പവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്, വോൾട്ടേജ് കൂടുമ്പോൾ പവറും കൂടും, വോൾട്ടേജ് കുറയാണെങ്കിൽ പവറും കുറയും. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. വോൾട്ടേജ് കൂടെന്നർത്ഥം പവറും കൂടെ എന്നാണ്. ഇനി ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസിന് അതിന് മാക്സിമം 230 വോൾട്ട് വരെ പറ്റുള്ളൂ. പക്ഷെ അതിനേക്കാളും കൂടുതൽ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പവറും കൂടും, അത് ഡാമേജ് ആക്കും. ആ ഇലക്ട്രിക്കൽ അപ്ലയൻസിനെ നശിച്ചു പോവാൻ അത് ഇടയാക്കും. ചില അപ്ലയൻസസ് 400 വോൾട്ടിലും വർക്ക് ചെയ്യുന്ന ചില അപ്ലയൻസസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവിടെ പവർ കൂടുന്നേ ഉള്ളൂ, അതിന് നാശം സംഭവിക്കില്ല. എന്നാൽ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് അതിന് മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഉണ്ടാവുന്ന പവറും കൂടിയിട്ട് അത് നശിച്ചു പോവാണ് ഉണ്ടാവുക. ഇവിടെ കണ്ട എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസിലും അത് എത്രമാത്രം വോൾട്ടേജിലാണ്, പവറിലാണ് അത് വർക്ക് ചെയ്യുക എന്നൊരു കാര്യം കൂടി അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് വോൾട്ടേജും കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ. അല്ലെങ്കിൽ അതിന് മേലെ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന പവറും കൂടും, അവസാനം അത് ഡാമേജ് ആവും. പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത് വാട്ടാണ്. ഒരു യൂണിറ്റും കൂടി നമ്മൾ പഠിക്കുകയാണ്, വോൾട്ട് ആംപെയർ. അപ്പൊ 2 യൂണിറ്റ് പവറിനെ നമ്മൾ പഠിച്ചു, ഒന്ന് വാട്ടും ഒന്ന് വോൾട്ട് ആംപെയറും. ഈ 2 കാര്യങ്ങളും പവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇവ തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് വാട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടുപകരണങ്ങളിൽ അത് എത്രമാത്രം പവർ കൺസ്യൂം ചെയ്യുന്നു എന്നത് കാണിക്കുന്ന ഒരു യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറഞ്ഞത്. അതായത് കണ്ട എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ബൾബ്, ഇലക്ട്രിക് അയൺ, ഇതിലൊക്കെ പവർ അത് കൺസ്യൂം ചെയ്യുന്നു എന്ന് കാണിക്കുന്ന യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. എന്നാൽ വോൾട്ട് ആംപെയർ എന്ന് പറഞ്ഞത് കണ്ട, പവർ ദാറ്റ് ക്യാൻ ബി സപ്ലൈഡ് ബൈ ദ ഇലക്ട്രിക് പവർ ജനറേറ്റിംഗ് ഡിവൈസസ്. അതായത് ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്ന, ഉണ്ടാക്കുന്ന ഡിവൈസസിൽ അത് എത്രമാത്രം പവർ ജനറേറ്റ് ചെയ്തു എന്ന് കാണിക്കുന്ന യൂണിറ്റ് ആണ് വോൾട്ട് ആംപെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ UPS, സോളാർ പാനലിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും, ഏതാണ്? വോൾട്ട് ആംപെയർ ആണ്. 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. 1 കിലോ വോൾട്ട് ആംപെയർ എന്ന് പറഞ്ഞതും 1000 വോൾട്ട് ആംപെയർ ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 1 കിലോ വാട്ട് ഈസ് ഈക്വൽ ടു ഡാഷ് വാട്ട് എന്ന് ചോദിക്കും. 1000 വാട്ടാണ്, രണ്ടും 1000 തന്നെയാണ്. എന്നാൽ വോൾട്ട് ആംപെയർ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് UPSലും സോളാർ പാനലിലാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ UPSൽ ഉപയോഗിക്കുന്ന പവറിന്റെ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വാട്ടോ പവർന്ന് കാണുമ്പോൾ തന്നെ വാട്ട് എന്ന് എഴുതി വയ്ക്കും. അല്ല, അവിടെ ഉപയോഗിക്കുന്നത് വോൾട്ട് ആംപെയർ എന്ന് പറഞ്ഞ മറ്റൊരു യൂണിറ്റ് ആണ്, അതും പവറിന്റെ യൂണിറ്റ് തന്നെയാണ്. ഇനി നോക്കി, ഇവിടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, P ഈസ് ഈക്വൽ ടു V²/R. നേരത്തെ 3 ഫോർമുല, പിയുടെ 3 ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഫോർമുലയാണ് P ഈസ് ഈക്വൽ ടു V²/R. ഇവിടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ദ അപ്ലയൻസസ് വിത്ത് ഹയർ റെസിസ്റ്റൻസ് വിൽ ഹാവ് ലോവർ പവർ. അതായത് റെസിസ്റ്റൻസ് കൂടി നിൽക്കുന്ന ഒരു അപ്ലയൻസസിന് പവർ എന്ന് പറഞ്ഞത് വളരെ കുറവായിരിക്കും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവുമ്പോൾ പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. അതായത് പവർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, റെസിസ്റ്റൻസ് കൂടാണെങ്കിൽ പവർ കുറയും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി സം ഫോറിൻ കൺട്രീസിൽ ഉള്ള സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞത് 110 വോൾട്ട് ആണ്. അതുമൊന്ന് ഓർത്തിരിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, അറ്റ് വാട്ട് അപ്ലൈഡ് വോൾട്ടേജ് വിൽ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് മാർക്ക് 800 വാട്ട് 240 വോൾട്ട് പ്രൊഡ്യൂസ് എ പവർ ഓഫ് 200 വാട്ട്. ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ലേബിൾ ചെയ്തിരിക്കുന്നുണ്ടാവും ചില കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഒന്ന്, അതിന്റെ പവർ 800 വാട്ടാണ്, അതിന്റെ വോൾട്ടേജ് 240 വോൾട്ട് ആണ്. ഇനി ഈ ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് വർക്ക് ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന പവർ എന്ന് പറഞ്ഞത് 200 വാട്ടാണ്. എത്ര വോൾട്ടേജിൽ എത്തുമ്പോഴാണ് ഈ ഒരു പവർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്?
ആ വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന പവർ എന്ന് പറഞ്ഞത് P = 800 വാട്ട്, വോൾട്ടേജ് എന്ന് പറഞ്ഞത് 240 വോൾട്ട് ആണ്. ഇവിടെ പവർ, അത് ഉണ്ടാക്കിയിരിക്കുന്ന പവർ എന്ന് പറഞ്ഞത് 200 വാട്ട് ആണ്. അപ്പോൾ ആ പവർ ഉണ്ടാക്കിയ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ P = V²/R എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ ഇതിന്റെ റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കുകയാണ്. റെസിസ്റ്റൻസിന് ഇങ്ങോട്ട് കൊണ്ടപ്പോൾ V²/P എന്ന് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 72 ഓം എന്ന് ആൻസർ കിട്ടി. ഇനി നമ്മൾ വീണ്ടും പവറിന്റെ ഇക്വേഷൻ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. P = V²/R. ഇതിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് V² ആണ്. സോ V² എന്ന് പറഞ്ഞത് PR, ഈ ആറിന് ഇങ്ങോട്ട് കൊണ്ടു നമ്മൾ തിരിച്ചെഴുതിയപ്പോൾ V² = P × R. V സ്ക്വയർ മാറ്റാൻ വേണ്ടി നമ്മൾ √PR ഇട്ട് കൊടുത്തു. സോ 200 × 72. ഇപ്പൊ കിട്ടിയത് പവർ ഒരിക്കലും 800 എഴുതാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ പവർ എന്ന് പറഞ്ഞത് 200 ആണ്. അപ്പോൾ 200 × 72 14400. 144 എന്ന് പറഞ്ഞത് 12 ആണ്. 100 എന്ന് പറയുമ്പോൾ 0, റൂട്ട് മാറ്റുമ്പോൾ 144ന്റെ 12² എന്ന് പറയുന്നതാണ് 144. സോ 120 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 200 വാട്ട് പവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വോൾട്ടേജ് എന്ന് പറഞ്ഞത് 120 വോൾട്ട് ആണ്. ഇവിടെ നോക്കിയേ, കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓഫ് പവർ 500 വാട്ട് ഓപ്പറേറ്റ് ഫോർ 5 മിനിറ്റ്സ്. ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അപ്ലയൻസ്, അതിന്റെ പവർ എന്ന് പറഞ്ഞത് 500 വാട്ട് തന്നിട്ടുണ്ട്. അത് 5 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റും പവറും കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. H = P × T. P എന്ന് പറയുന്നത് 500 ആണ്. ടൈം എന്ന് പറഞ്ഞത് 5 മിനിറ്റ്സ് ആണ്. സോ സെക്കൻഡ്സിലോട്ട് മാറ്റുമ്പോൾ 5 × 60 300 സെക്കൻഡ്സ് എന്ന് കിട്ടും. സോ 500 × 300 = 1,50,000 ജൂൾ എന്ന് ആൻസർ കിട്ടും. ജൂൾ എന്ന് പറഞ്ഞ ഈ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഇലക്ട്രിക് ഹീറ്ററിന്റെ പവർ നമുക്ക് തന്നിട്ടുണ്ട് 600 വാട്ട് ആണ്. അത് 20 മിനിറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ. അപ്പൊ ഹീറ്റ് എനർജി പവർ നമ്മൾ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് H = P × T. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20 മിനിറ്റ്സിനെ സെക്കൻഡ്സിലോട്ട് മാറ്റണം. 7,20,000 ജൂൾ എന്ന് ആൻസർ കിട്ടും. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതിൽ സാധാരണ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ, ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് 250 വാട്ടിൽ വർക്ക് ചെയ്യാണ്. 10 മിനിറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ. അപ്പോൾ പവറും ഹീറ്റ് എനർജി തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുലയാണ് H = P × T. ടൈമിനെ സെക്കൻഡ്സിലോട്ട് മാറ്റിട്ട് വേണം ചെയ്യാൻ. 1,50,000 ജൂൾ എന്ന് ആൻസർ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ നോക്കി, an electrical heater produced 4,50,000 joule of heat energy when operated for 5 minutes. 5 മിനിറ്റ് ഈ ഒരു ഇലക്ട്രിക് ഹീറ്റർ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി എന്ന് പറഞ്ഞത് 4,50,000 ജൂളാണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഹീറ്ററിന്റെ പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. സോ പവറും ഹീറ്റ് എനർജിയും കണക്ട് ചെയ്യുന്ന ഫോർമുല H = P × T. അതിന് പവർ എന്ന് കിട്ടുമ്പോൾ H/T എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1,500 വാട്ട് എന്ന് ആൻസർ കിട്ടും. ഇവിടെ മിനിറ്റ്സിനെ സെക്കൻഡ്സിലോട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഇനി ഓൺ എ ഹീറ്റിംഗ് അപ്ലയൻസ് ഇറ്റ് ഈസ് മാർക്ക്ഡ് 529 വാട്ട് ആൻഡ് 230 വോൾട്ട്. വാട്ട് ഡു ഈച്ച് ഓഫ് ദീസ് മീൻ? ഈ 529 വാട്ട് എന്ന് പറഞ്ഞത് അതിന്റെ പവറിനെ കാണിക്കുന്നു. 230 വോൾട്ട് എന്ന് പറഞ്ഞത് അതിന്റെ വോൾട്ടേജിനെ കാണിക്കുന്നു. അപ്പോൾ 230 വോൾട്ടിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പവറിന്റെ ഏത് റേറ്റിലാണോ ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ആ പവറിന്റെ റേറ്റ് ആണ് 529 വാട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അപ്ലയൻസിലേക്ക് 100 വോൾട്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പവർ, അതായത് ഏത് സമയത്താണ് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്, അപ്പൊ ആ ഒരു പവറിന്റെ റേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി P = V²/R എന്ന് പറഞ്ഞ ഫോർമുല എടുത്തിട്ട് R നമുക്ക് ആദ്യം ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ R കണ്ടുപിടിക്കാൻ Rനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടു, Pനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 100 ഓം എന്ന് കിട്ടും. ഈ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വോൾട്ടേജിന്റെ ആ വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തെ പവർ കണ്ടുപിടിക്കേണ്ടത്. വീണ്ടും P = V²/R എന്ന് പറഞ്ഞ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞത് 100 വോൾട്ട് ആണ്. R എന്ന് പറഞ്ഞത് 100 ആണ്. ഈ R കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് ആദ്യം ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചത്. സോ 100² / 100 = 100 വാട്ട് എന്ന് കിട്ടും. അപ്പോൾ 100 വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായ പവർ എന്ന് പറഞ്ഞത് 100 വാട്ടാണ്.